നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇഫ് ആർ ഇസ് ഇക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ ആൻഡ് ആർ ഇസ് ഇക്വൽ ടു മോഡുലസ് ഓഫ് ആർ ദെൻ ഷോ ദാറ്റ് del square r raised to n is equal to n into n plus 1 into r raised to n minus 1. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് കൊടുത്തിട്ടുള്ള ഏതാ? r is equal to xi plus yj plus zk. ഇതാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് കൊടുത്തിട്ടുള്ളത് r is equal to modulus of r എന്ന് കൊടുത്തിട്ടുണ്ട്. That is equal to modulus of r എന്ന് പറഞ്ഞാൽ r is equal to root of x square plus y square plus z square. നമ്മുടെ ഐ ജെ കെയുടെ എല്ലാം കോഎഫിഷ്യന്റ് സ്ക്വയർ ആയിരിക്കും മോഡുലസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ നമ്മൾ ഈ സ്ക്വയറിനെ ഒഴിവാക്കാൻ വേണ്ടി, ഈ റൂട്ടിനെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ സ്ക്വയർ ചെയ്യുവാണ്. ദാറ്റ് ഇസ് ആർ സ്ക്വയർ ഇസ് ഇക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ. ഇത് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഈ ആറിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് വൈ ഇസഡ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ദാറ്റ് ഇസ് dou x by dou r by dou x is equal to ഈ ആറിനെ ഈ എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2r കിട്ടും. ദാറ്റ് ഇസ് 2x എന്ന് കിട്ടും. ദാറ്റ് ഇസ് dou r by dou x. ഈ 2ഉം 2ഉം കട്ടായി പോവും. ദാറ്റ് ഇസ് r into dou r by dou x is equal to x എന്ന് കിട്ടും. ദാറ്റ് ഇസ് dou r by dou x is equal to x by r. x by r എന്ന് കിട്ടും. സിമിലർലി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഡോ ആർ ബൈ ഡോ വൈ കണ്ടുപിടിക്കണം, ഡോ ആർ ബൈ ഡോ ഇസഡ് കണ്ടുപിടിക്കണം. അപ്പം ഇവിടെ നമുക്ക് ഡോ ആർ ബൈ ഡോ എക്സ് ചെയ്ത് എക്സ് ബൈ ആർ ആ കിട്ടിയെങ്കിൽ ഡോ ആർ ബൈ ഡോ വൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വൈ ബൈ ആർ എന്ന് കിട്ടും. ഡോ ആർ ബൈ ഡോ ഇസഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഈക്വൽ ടു ഇസഡ് ബൈ ആർ എന്ന് കിട്ടും. പിന്നെ നമുക്കിവിടെ ക്വസ്റ്റ്യനിലെ LHS എന്താ? del square into r raised to n. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? del into r raised to n എന്ന് എഴുതാം. നമുക്ക് എന്നിട്ട് ഈ del into r raised to n കണ്ടുപിടിക്കാം. That is equal to, അത് നമുക്കറിയാം എന്താ? del എന്ന് പറഞ്ഞാൽ എന്താ? I into dou y dou x. അത് വിത്ത് റെസ്പെക്ട് ടു r raised to n ചെയ്യണം. പ്ലസ് j into dou y dou y r raised to n ചെയ്യണം. പ്ലസ് z into k into dou y dou z r raised to n ചെയ്യണം. സോ ഇത് നമുക്ക് കിട്ടി. ഇനി ഇതിന് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? del into r raised to n എന്ന് പറഞ്ഞാൽ നമുക്ക് del എന്ന് പറഞ്ഞാൽ i dou y dou x plus j dou y dou y and k dou y dou z എന്ന് അറിയാം. അപ്പൊ അതിന്റെ കൂടെ ഇൻറ്റു ആറും കൂടെ നമ്മൾ ഇൻറ്റു ചെയ്യുമ്പോഴത്തേക്ക് ഐ ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു ആർ റേസ് ടു എൻ പ്ലസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു ആർ റേസ് ടു എൻ പ്ലസ് കെ ഇൻറ്റു ഡോ ബൈ ഡോ ഇസഡ് റേസ് ടു ആർ റേസ് ടു എന്ന് കിട്ടി. അപ്പൊ നമ്മൾ ഈ ഇത് വെച്ചിട്ട് ഈ ആർ റേസ് ടു എന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? ആർ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എൻ ആർ റേസ് ടു എൻ മൈനസ് വൺ എന്ന് കിട്ടും. ദാറ്റ് ഇസ് ഐ ഇൻറ്റു എൻ ആർ റേസ് ടു എൻ മൈനസ് വൺ ഈ ടേം കിട്ടി ഇൻറ്റു ഡോ ആർ ബൈ ഡോ എക്സ് എന്ന് കിട്ടി. ഇവിടെയും സെയിം ചെയ്യാം. അപ്പൊ എൻ ആർ റേസ് ടു എൻ മൈനസ് വൺ ഇൻറ്റു ഡോ ആർ ബൈ ഡോ വൈ കിട്ടി. ഇവിടെയും സെയിം ചെയ്യാം. ദാറ്റ് ഇസ് എൻ ആർ റേസ് ടു എൻ മൈനസ് വൺ ഇൻറ്റു ഡോ ആർ ബൈ ഡോ ഇസഡ് കിട്ടി. സോ ഇത്രയും നമുക്ക് കിട്ടി. ഇവിടെ കോമൺ ആയിട്ടുള്ള ടേം ഏതാ? എൻ ആർ റേസ് ടു എൻ മൈനസ് വൺ. അതിനെ നമ്മൾ കോമൺ എടുത്തു. ദാറ്റ് ഇസ് ഐ ഇൻറ്റു ഡോ ആർ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഇൻറ്റു ഡോ ആർ ബൈ ഡോ വൈ പ്ലസ് കെ ഇൻറ്റു ഡോ ആർ ബൈ ഡോ എസ്. അപ്പൊ ഇത് നമുക്ക് കിട്ടി. ഇനി നമുക്കറിയാം ഡോ ആർ ബൈ ഡോ എസ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് എക്സ് ബൈ ആർ. ദാറ്റ് ഇസ് എൻ ആർ റേസ് ടു എൻ മൈനസ് വൺ ഇൻറ്റു ഐ ഇൻറ്റു എക്സ് ബൈ ആർ എന്ന് കിട്ടി. നമുക്ക് നേരെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോ ആർ ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ വൈ ബൈ ആർ എന്നറിയാം. ദാറ്റ് ഇസ് ജെ ഇൻറ്റു വൈ ബൈ ആർ പ്ലസ് കെ ഇൻറ്റു ഇസഡ് ബൈ ആർ. ഇത്ര നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഈ 1/r എല്ലാത്തിലും കോമൺ ആയതുകൊണ്ട് അതിനും കൂടെ പുറത്തെടുത്തു. ദാറ്റ് ഇസ് എൻ ആർ റേസ് ടു എൻ മൈനസ് വൺ ഡിവൈഡഡ് ബൈ ആർ ഇസ് ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ നമുക്ക് കിട്ടി. അപ്പൊ നമുക്കറിയാം ഈ n r raised to n minus 1 divided by r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ n ടേമിനെ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ r raised to n minus 1 divided by r നെ നമുക്ക് എങ്ങനെ എഴുതാം? r raised to n minus 1. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? r raised to a raised to n divided by a raised to m എന്ന് പറഞ്ഞ ഫോമിലല്ലേ കിടക്കുന്നത്. ദാറ്റ് ഇസ് a raised to n minus m എന്ന് പറഞ്ഞ ഫോമിലല്ലേ കിടക്കുന്നത്. അപ്പൊ ഇതിനെ തന്നെ നേരിട്ട് ചെയ്യാം. ഇവിടെ 1 ആണ്. സോ r raised to n minus 1 minus 1 എന്ന് വരും. ദാറ്റ് ഇസ് ഇക്വൽ ടു r raised to n minus 2 എന്ന് കിട്ടും. സോ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഇസ് n r raised to n minus 2 into xi plus yj plus zk എന്ന് നമുക്ക് എന്ത് കിട്ടി? ഇപ്പൊ നമ്മളിവിടെ കണ്ടുപിടിച്ച എന്നാ? ഡെൽ ഇൻറ്റു ആർ റേസ് ടു എന്നെ നമുക്ക് കണ്ടുപിടിച്ചു. അപ്പൊ നമുക്ക് നേരത്തെ സ്പേസിൽ നമുക്ക് കിട്ടി, നേരത്തെ പോർഷനിൽ നമുക്ക് കിട്ടി ഡെൽ ഇൻറ്റു ആർ റേസ് ടു എൻ ഈക്വൽ ടു എൻ ആർ റേസ് ടു എൻ മൈനസ് 2 എന്ന് നമ്മൾ കണ്ടുപിടിച്ചു നേരത്തെ പോർഷനിൽ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ക്വസ്റ്റിൽ ചോദിച്ചിട്ടുള്ളത് ഡെൽ സ്ക്വയർ ഇൻറ്റു ആർ റേസ് ടു എന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു അതിന് നമ്മൾ എങ്ങനെ എഴുതി? ഡെൽ ഇൻറ്റു ഡെൽ ആർ റേസ് ടു എൻ എന്ന് എഴുതി. ഈ ഡെൽ ആർ റേസ് ടു എൻ എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. എൻ ആർ റേസ് ടു എൻ മൈനസ് 2 ആണ് ഇൻറ്റു ആർ വെക്റ്റർ. അപ്പോൾ നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് അറിയേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ വെക്റ്റർ ഇൻറ്റു സ്കെയിലാർ. വെക്റ്റർ ഡോട്ട് സ്കെയിലാറിൻ്റെ പ്രോഡക്റ്റ് നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ദാറ്റ് ഈസ് ഡെൽ ഇൻറ്റു ഫൈ ഇൻറ്റു എഫ് എന്ന് പറഞ്ഞ എഫ് വെക്റ്റർ എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് എന്താ കിട്ടുന്നത്? ഫൈ ഇൻറ്റു ഡെൽ ക്രോസ് ഡെൽ ഇൻറ്റു എഫ് പ്ലസ് ഡെൽ ഫൈ ഇൻറ്റു എഫ് എന്ന് കിട്ടും. സോ ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇവിടുത്തെ ഈ എൻ ആർ റേസ് ടു എൻ മൈനസ് 2 ആണ് നമ്മുടെ ഫൈന്ന്, ആർ എന്ന് പറഞ്ഞാലാണ് നമ്മുടെ എഫ്. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് വരും? ഈ ഡെല്ലിനെ നമ്മൾ അങ്ങനെ തന്നെ ഇട്ടു. ഡെൽ ഇൻറ്റു ഇതിനെയാണ് നമ്മൾ ചെയ്യുന്നത് ഫൈയും എഫും. സോ ഡെൽ ഇൻറ്റു എൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റൻ്റാണ്. സോ എന്നിന് നമ്മൾ പുറത്തെടുത്തു. ദാറ്റ് ഇസ് എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റൻ്റ് പുറത്തെടുത്തു. ഇനി ആർ എൻ മൈനസ് 2 ആണ് നമ്മുടെ ഫൈ എന്ന് പറഞ്ഞ. സോ ആർ എൻ മൈനസ് 2 ഇൻറ്റു ഡെൽ ക്രോസ് ആർ ഇൻറ്റു ഡെൽ ക്രോസ് ആർ എന്ന് പറയുമ്പോൾ സോ ഈ ഡെൽ നമുക്ക് വേണ്ട, സോറി. അപ്പം നമുക്ക് ഇവിടെ ഫൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആർ റേസ് ടു എൻ മൈനസ് 2 ആണ്. പിന്നെ ഡെൽ എന്ന് പറഞ്ഞാൽ ആ ഡെല്ല് തന്നെ അങ്ങനെ കൊടുക്കുക. എഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ആറാ കൊടുക്കേണ്ടത്. സോ അത് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോഴത്തേക്ക് എൻ കോൺസ്റ്റൻ്റ് എന്നെ നമ്മൾ പുറത്തെടുത്തു. സോ ആർ എൻ മൈനസ് 2 ആണ് നമ്മുടെ ഫൈ ഇൻറ്റു ഡെൽ ഇൻറ്റു ആർ വെക്റ്റർ. അപ്പോൾ നമ്മുടെ ആദ്യത്തേത് കിട്ടി പ്ലസ് ഡെൽ ഇൻറ്റു നമ്മുടെ ഫൈ എന്ന് പറഞ്ഞാൽ ആർ എൻ മൈനസ് 2 ആണ്. പിന്നെ നമുക്ക് കിട്ടേണ്ടതെന്ന് പറഞ്ഞാൽ എഫ് ഇൻറ്റു ആർ വെക്റ്റർ. അപ്പോൾ അത് നമുക്ക് കിട്ടി. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഡെൽ ക്രോസ് ആർ എന്ന് പറഞ്ഞാൽ 3 ആണെന്ന് നമ്മൾ നേരത്തെ ക്വസ്റ്റിൽ കണ്ടുവച്ചിട്ടുണ്ട്. സോ എൻ ഇൻറ്റു 3 ആർ റേസ് ടു എൻ മൈനസ് 2 പ്ലസ് ഇതിനെ നമ്മൾ ഈ ഡെൽ എന്ന് പറഞ്ഞാൽ ഡോ വൈ ഡോ എക്സ് ആണ്. ഡോ വൈ ഡോ ആർ ആണ് നമ്മുടെ എൻ എന്ന് പറഞ്ഞാൽ. സോ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് വിത്ത് റെസ്പെക്ട് ടു ഈ എൻ മൈനസ് 2 ചെയ്യുമ്പോഴത്തേക്ക് എന്ത് വരും? എൻ മൈനസ് 2 ഇൻറ്റു ആർ എൻ മൈനസ് 2 മൈനസ് 2 എന്ന് വരുമ്പോഴത്തേക്ക് എന്ത് വരും? എൻ മൈനസ് 4 ഇൻറ്റു ഈ ആർ ഓൾറെഡി അവിടെ ഉണ്ട്. അപ്പം അതിൻ്റെ കൂടെ നമ്മുടെ എക്സ്ട്രാ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആറ് കൂടെ എക്സ്ട്രാ ഒരു ആറും കൂടെ വരും. That is equal to n into 3r raised to n minus 2 plus n minus 2 into r raised to n minus 4. r vector into r vector എന്ന് പറഞ്ഞാൽ r square എന്ന് കിട്ടും. So that is equal to n into 3r raised to n minus 2 പ്ലസ് ഈ എൻ മൈനസ് 2 അങ്ങനെ തന്നെ എഴുതി, എൻ മൈനസ് 2 അങ്ങനെ തന്നെ എഴുതി. ഇതെന്ന് പറഞ്ഞാൽ എ റേസ് ടു എന്നിൻ്റെ എ റേസ് ടു എം എന്നാണ് കിടക്കുന്നത്. സോ എ റേസ് ടു എം പ്ലസ് എൻ എന്ന് കിട്ടും. സോ എൻ മൈനസ് 4 മൈനസ് 2 എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻറ്റു ആർ റേസ് ടു എൻ മൈനസ് 2 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്നാൽ എൻ ആർ റേസ് ടു
ഇവിടെ അകത്ത് r⁻n-2 r⁻n-2 നമുക്ക് കോമണാണ്. സോ നമ്മൾ അതിനെ എടുത്തിട്ട് r⁻n-2 കോമൺ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന 3 + n-2 എന്ന് കിട്ടും. സോ ഇത് നമ്മൾ പുറത്തോട്ട് എടുക്കുമ്പം nr⁻n-2 എന്ന് പറയുമ്പം ഇത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? നമുക്ക് n+1 എന്ന് കിട്ടും. n+1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു nr⁻n-2 ഇൻറ്റു n+1 കിട്ടും. സോ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. നമുക്ക് ലാസ്റ്റ് ഫൈനലായിട്ട് കിട്ടാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് ടഫായി തോന്നും. സോ ഈ ഇക്വേഷൻ ഇനി നമ്മൾ ഒരുപാട് സ്ഥലത്ത് ഉപയോഗിക്കാനുള്ള, ഈ 5th മൊഡ്യൂളിൽ തന്നെ ഒരുപാട് സ്ഥലത്ത് ഉപയോഗിക്കാനുള്ള ഇക്വേഷനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്. സോ ഇതെന്താണെന്നും പഠിച്ചു വെക്കണം. ഈ ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് പ്രൂവ് ചെയ്യാനുള്ളത്. സോ നന്നായിട്ട് ചെയ്ത് പഠിക്കണം. ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ് നോക്കി നന്നായിട്ട് ചെയ്ത് പഠിക്കണം. ജസ്റ്റ് സിമ്പിളാണ്. നമ്മൾ ഈ ഇക്വേഷനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇന്ന് അടുത്ത പഠിക്കാനുള്ള ടോപ്പിക്കാണ് ലൈൻ ഇൻ്റഗ്രേഷൻ. ലൈൻ ഇൻ്റഗ്രേഷൻ. അപ്പം നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നതെല്ലാം ഒന്നെങ്കിൽ ഡബിൾ ഇൻ്റഗ്രലാണ്, അല്ലെങ്കിൽ ട്രിപ്പിൾ ഇൻ്റഗ്രലാണ്. അങ്ങനെയുള്ളതാണ് നമ്മൾ 4th മൊഡ്യൂളിലും 6th മൊഡ്യൂളിലും നമ്മൾ പഠിച്ചത്. സോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ലൈൻ ഇൻ്റഗ്രേഷനാണ്. ലൈൻ ഇൻ്റഗ്രേഷന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ എലോങ് ദി ലൈൻ ആയിരിക്കും. ഇത്ര നാൾ നമ്മൾ എലോങ് ദി കേർവ് ഒക്കെയാണ് ചെയ്തത്. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എലോങ് ദി ലൈൻ ആണ്. ലൈൻ ഇൻ്റഗ്രേഷനിലൂടെ ചെയ്യുന്നത്. പിന്നെ ഈ ലൈൻ ഇൻ്റഗ്രേഷനെ നമ്മൾ വിളിക്കുന്ന വേറെ ഒരു പേരാണ് സിംഗിൾ ഇൻ്റഗ്രേഷൻ. സിംഗിൾ ഇൻ്റഗ്രേഷൻ ഇൻ ദി സെൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് വിത്ത് റെസ്പെക്ട് ടു ഏതെങ്കിലും ഒരു വേരിയബിൾ ആയിരിക്കും. ഏതർ x ആവാം, അല്ലെങ്കിൽ y ആകാം, അല്ലെങ്കിൽ t ആവാം. സോ നമുക്കിതൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇത് മനസ്സിലാവും എങ്ങനെയാണ് ലൈൻ ഇൻ്റഗ്രേഷൻ ചെയ്യേണ്ടതെന്ന്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇന്റഗ്രൽ c 3x² + y² into dx plus 2xy into dy, where x is equal to cos t, y is equal to sin t, for 0 less than or equal to t less than or equal to pi/2. ഇതെന്ന് പറഞ്ഞാൽ നമ്മളോട് 2017 3 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മളോട് പറഞ്ഞേക്കുന്നത് ലൈൻ ഇന്റഗ്രേഷൻ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. അപ്പൊ ലൈൻ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഓർക്കണം. ഏതെങ്കിലും ഒരു വേരിയബിള്, എയ്തർ x അല്ലെങ്കിൽ എയ്തർ y അല്ലെങ്കിൽ എയ്തർ t, അങ്ങനെ ഏതെങ്കിലും ഒരു വേരിയബിളിന്റെ വെച്ചിട്ടേ നമുക്ക് ഇന്റഗ്രേഷൻ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് x ഉണ്ട്, y ഉണ്ട്. സോ നമുക്ക് ഇതിനെ ഏതെങ്കിലും ഒരു വേരിയബിളിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് നമുക്ക് കൺവേർട്ട് ചെയ്യണം. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് x is equal to cos t എന്നും y is equal to sin t എന്നും നമ്മുടെ ലിമിറ്റും പറഞ്ഞിട്ടുണ്ട്. സോ ആദ്യമേ ഇപ്പൊ നമുക്ക് എക്സും വൈയും കിട്ടി. നമുക്ക് ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ dx-ഉം dy-ഉം ആണ്. സോ നമുക്ക് dx കിട്ടാൻ വേണ്ടിയിട്ട് dx/dt is equal to cos t-യുടെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ ടി. ദർഫോർ dx ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ dt-നെ അങ്ങോട്ട് കൊണ്ടുപോയി മൈനസ് സൈൻ ടി ഇൻറ്റു dt. y is equal to sin t എന്ന് നമുക്കുണ്ട്. അപ്പൊ നമുക്ക് dy കിട്ടണം. സോ dy/dt is equal to sin t-യുടെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ cos t. ദാറ്റ് ഇസ് dy is equal to cos t ഇൻറ്റു dt. അപ്പൊ നമുക്ക് എല്ലാം കിട്ടി. x is equal to cos t, y is equal to sin എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ dx-ന്റെ വാല്യൂ കണ്ടുപിടിക്കണമായിരുന്നു, dy-യുടെ വാല്യൂ കണ്ടുപിടിക്കണമായിരുന്നു. ഇപ്പൊ dx കണ്ടുപിടിച്ചു, dy-യും കണ്ടുപിടിച്ചു. ഇനി ഇക്വേഷനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ദാറ്റ് ഇസ് ഇന്റഗ്രൽ c 3 into
എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറഞ്ഞാൽ കോസ് ടി, അപ്പൊ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു കോസ് സ്ക്വയർ ടി പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ സൈൻ ആണ്, സൈൻ ടി ആണ്, അപ്പൊ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സൈൻ സ്ക്വയർ ടി ഇൻറ്റു ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, മൈനസ് സൈൻ ടി ഇൻറ്റു ഡി ടി, മൈനസ് സൈൻ ടി ഇൻറ്റു ഡി ടി പ്ലസ് 2 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, കോസ് ടി ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ എന്താ, സൈൻ ടി ഇൻറ്റു ഡി വൈ എന്ന് പറഞ്ഞാൽ എന്ത് വരും, കോസ് ടി ഇൻറ്റു ഡി ടി, കോസ് ടി ഇൻറ്റു ഡി ടി. അപ്പൊ ഇതാണ് നമുക്ക് കിട്ടിയത്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പൊ ഇതിനകത്ത് നിന്ന് ഈ സൈൻ ടി നമ്മൾ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 കോസ് സ്ക്വയർ ടി, അപ്പൊ ഈ മൈനസിന്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോയി മൈനസ് 3 കോസ് സ്ക്വയർ ടി സൈൻ ടി, ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് മൈനസ് സൈൻ ക്യൂബ് ടി ഇൻറ്റു ഡി ടി പ്ലസ് 2 ഇൻറ്റു കോസ് ടി 2 ടൈം ഉണ്ട്, അപ്പൊ ഇവിടെ കോസ് സ്ക്വയർ ടി ഇൻറ്റു സൈൻ ടി ഇൻറ്റു ഡി ടി. ഇവിടെയും കോസ് സ്ക്വയർ ടി കോമൺ ആണ്, ഇവിടെയും കോസ് സ്ക്വയർ ടി കോമൺ ആണ്. അപ്പൊ എന്താ, മൈനസ് 3 കോസ് സ്ക്വയർ ടി പ്ലസ് 2 കോസ് സ്ക്വയർ സൈൻ ടി. ഇവിടെ മൈനസ് 3 കോസ് സ്ക്വയർ ടി ഇൻറ്റു സൈൻ ടി ഉണ്ട്, ഇവിടെ 2 കോസ് സ്ക്വയർ ടി ഇൻറ്റു സൈൻ ടി, അപ്പൊ മൈനസ് 3. അപ്പൊ ഇതിന്റെ കോഎഫിഷ്യന്റ് മാത്രം നോക്കാം, മൈനസ് 3 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് സ്ക്വയർ ടി സൈൻ ടി, ദാറ്റ് ഇസ് ഇന്റഗ്രൽ സി മൈനസ് കോസ് സ്ക്വയർ ടി സൈൻ ടി മൈനസ് സൈൻ ക്യൂബ് ടി ഇൻറ്റു ഡി ടി. ഈ ടേം മൊത്തം നമുക്ക് പോയി. അപ്പൊ ഇതിനകത്ത് നമുക്ക് എന്ത് കോമൺ എടുക്കാൻ പറ്റും, സൈൻ ടി നമുക്ക് കോമൺ എടുക്കാൻ പറ്റും, ദാറ്റ് ഇസ് ഇന്റഗ്രൽ സി മൈനസ്, മൈനസിന് നമ്മൾ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം, അപ്പൊ ഇത് ഇവിടെ പ്ലസ് വരും, ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ ടീനെയാണ് നമ്മൾ പുറത്തെടുത്തത്, മൈനസ് സൈൻ ടീനെ പുറത്തെടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, കോസ് സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി ഇൻറ്റു ഡി ടി. നമുക്കറിയാം കോസ് സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി എന്ന് പറഞ്ഞാൽ 1 ആണ്, സോ ദാറ്റ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ സി മൈനസ് സൈൻ ടി ഇൻറ്റു ഡി ടി. അപ്പൊ നമുക്ക് ഒറ്റ ഇതിന്റെ ഫോർമുല കിട്ടിയേക്കുന്നത്, സോ നമുക്ക് ഇത് ഇങ്ങനെ തന്നെ ചെയ്യാം, ദാറ്റ് ഇസ് ഈക്വൽ ടു ഈ മൈനസിനെ പുറത്തേക്ക് ഇടുക, നമുക്ക് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട് 0 to π/2 എന്ന് പറഞ്ഞിട്ടുണ്ട്, ദാറ്റ് ഇസ് സൈൻ ടി ഇൻറ്റു ഡി ടി. സൈൻ ടി ഇന്റഗ്രൽ എന്നാ, കോസ് ആണ്, ദാറ്റ് ഇസ് ഈക്വൽ ടു കോസ് ടി മൈനസ് കോസ് ടി വിത്തിൻ ദ ലിമിറ്റ് 0 to π/2. അപ്പൊ ഇവിടെ നമുക്ക് കോസ് π/2 എന്ന് പറഞ്ഞാല് 0 ആണ്, ദാറ്റ് ഇസ് 0 മൈനസ് കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്, ദാറ്റ് ഇസ് -1, ദാറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി, -1 എന്ന് ആൻസർ കിട്ടി. സോ ഇങ്ങനെയാണ് നമുക്ക് ലൈൻ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വേരിയബിളിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നമുക്ക് 2 വേരിയബിളിലായിരിക്കും കൊടുക്കുന്നത്, dx dy ഉണ്ടായിരിക്കും, നമുക്ക് 2 വേരിയബിളിലായിരിക്കും കൊടുക്കുന്നത്, സോ നമ്മൾ എപ്പോഴും അതിനെ കൺവേർട്ട് ചെയ്ത് ഒറ്റ വേരിയബിളിലേക്കാക്കി ചെയ്യണം. നമുക്ക് എപ്പോഴും ഇങ്ങനെ x കോസ് ടി y സൈൻ ടി എന്ന് തരത്തില്ല, നമ്മൾ അതിനനുസരിച്ച് ചെയ്യണം. ഇതിപ്പോ 3 മാർക്കിന്റെ ക്വസ്റ്റൻ ആയതുകൊണ്ടാണ് അങ്ങനെ തന്നത്. ഇനിയിപ്പം 5 മാർക്കിന്റെ ക്വസ്റ്റൻ ആണെങ്കിൽ നമ്മൾ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ തന്നെ ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ലൈൻ ഇന്റഗ്രേഷൻ അടുത്ത ക്വസ്റ്റൻ നോക്കാം.